തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. പുതുശ്ശേരി ഭാരതപ്പുഴ ശ്മശാനത്തിലെ യുവാവിന്റെ മരണം കഞ്ചാവ് മാഫിയയുടെ വൈരാഗ്യവും പകപോക്കലും കാരണം. ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാനം കടവിനോട് ചേർന്ന് ചൊവ്വാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നിലമ്പൂർ വഴിക്കടവ് കുന്നുമ്മേൽ വീട്ടിൽ സൈനുൽ ആബിദിന്റെ കൊലപാതകത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. CI അനന്തകൃഷ്ണൻ, SI നിഖിൽ എന്നിവർ അടങ്ങുന്ന സംഘം 24 മണിക്കൂറിനുള്ളിൽ കോയമ്പത്തൂർ, കോഴിക്കോട്, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രതികളെ അതിസാഹസികമായി പിടികൂടിയത്. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന പാളയം കോട്ടാട്ടുകര വീട്ടിൽ റജീബ്, പുതുശ്ശേരി ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ചോമയിൽ വീട്ടിൽ സുബൈർ, ചെറുതുരുത്തി കല്ലഴിക്കുന്നത്ത് വീട്ടിൽ അഷ്റഫ്, ചെറുതുരുത്തി പള്ളത്താഴത്ത് വീട്ടിൽ അബ്ദുൾ ഷഹീർ, ചെറുതുരുത്തി പുതുശ്ശേരി അന്ത്യാളംകുളം വീട്ടിൽ മുഹമ്മദ് ഷാഫി, ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന പാളയം കോട്ടാട്ടുകര വീട്ടിൽ ഷജീർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മരിച്ച സൈനുൽ ആബിദ വിവിധ സ്റ്റേഷനുകളിലെ നിരവധി കഞ്ചാവ് കേസുകളിലെ പ്രതിയാണ്. കഞ്ചാവ് കേസിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് റജീബുമായി പരിചയപ്പെടുന്നത്. തുടർന്ന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മരിച്ച സൈനുൽ ആബിദ റജീബിന്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയിരുന്നു. ഈ വൈരാഗ്യം കൂടിയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരങ്ങൾ. സൈനുൽ ആബിദിനെ ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാനം കടവിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് സംഘം മദ്യപിച്ച് ക്രൂരമായി യുവാവിനെ തല്ലിച്ചതയ്ക്കുകയുമായിരുന്നു. മർദ്ദിച്ച് വാരിയല് ചവിട്ടി ഓടിക്കുകയും മരണം ഉറപ്പായപ്പോൾ പുഴയിലേക്ക് എടുത്തെറിയുകയായിരുന്നു. മീൻ പിടിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ വീണ് മരണം സംഭവിച്ചതാകാം എന്ന് വരുത്തി തീർക്കുകയായിരുന്നു പ്രതികളുടെ ഉദ്ദേശം. സംഭവ സ്ഥലത്ത് മൊബൈൽ ഫോൺ മറന്നുവെച്ചതാണ് പ്രതികളിലേക്ക് പോലീസിനെ എത്തിച്ചത്. SI സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KJ ജയകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ജയകൃഷ്ണൻ, കോഡിലെ മറ്റ് 2 ഉദ്യോഗസ്ഥരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക് CCV.